എന്താ നമ്മൾ അന്നത്തെ ഐറ്റം? ഒരു പഞ്ചാബ് ഐറ്റം ആണ് ഞങ്ങളുടെ അന്നത്തെ ഒരു വിഭവമുള്ളത്. ചിക്കൻ വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് സ്വീറ്റ് ചിക്കൻ അല്ലേ? അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട്, സ്പെഷ്യൽ ഫുഡുകൾ, വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അല്ലേ? അപ്പൊ എന്താ നമുക്ക് എപ്പിസോഡിൽ കിടക്കാം. ചിക്കന് വീട്ടിൽ കൊണ്ടുവന്ന അതിന്റെ ബ്രസ്റ്റ് പീസ് നമ്മുടെ പെണ്ണുങ്ങൾ എടുത്ത് മാറ്റിവെക്കലാണ് ഫ്രീസറിൽ. അതിൽ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് അതോടെ ഒരു വേറൊരു പാത്രത്തിൽ വെക്കും. ഞാൻ അതുകൊണ്ട് പലവിധ കലാപരിപാടികൾ ആക്കി വെക്കും. ആ ഒരു പ്ലേറ്റാണ് ഇത്. 3 പീസ് വെളുത്തുള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു പഴുത്ത മാംഗോ, ഇതാണ് ഇതിലേക്ക് ആവശ്യം. ഇത് കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ചിക്കനും കൂടി നമ്മുടെ വെളുത്തുള്ളിയും കൂടി കുക്കറിൽ ഞാനൊരു 4 സ്റ്റീം വേവിച്ചെടുത്താണിത്. എന്നിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെക്കുക. വെള്ളം നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. എന്നിട്ട് അത് വെള്ളം ഊറിക്കഴിഞ്ഞ ശേഷം അതിലത്തെ ചിക്കൻ പീസുകൾ വേറെ മാറ്റി വെക്കുക, കിഴങ്ങ് വേറെ മാറ്റി വെക്കുക. വേറെ വിധത്തിലും ചെയ്യുക. ഈ ചിക്കൻ പീസ് ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ കിഴങ്ങിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കുക, അങ്ങനെയും ചെയ്യുക. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്തത്. അതിൽ വെളുത്തുള്ളി അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതിന് ചിക്കനാണ് ചെറുതാക്കി അരിഞ്ഞ് ഇതാക്കിയിട്ടുള്ളതാണ്. ഇത് കിഴങ്ങ് വേവിച്ചാണ്. ഇത് മാങ്ങൻ്റെ പീസ് അരിഞ്ഞ് വെച്ചാണ്. ഇനി മാങ്ങ ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കുകയാണ്. അത് പുളിപ്പുണ്ട്. ഇതിൻ്റെ വെള്ളം കുറച്ച് കൂട്ടുന്നുണ്ട്. ഇത് വേവിച്ച വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര മധുരല്ലെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടാം. ഇത് കപ്പ പൊരിച്ചതാണ്. നമുക്ക് കടയിലൊക്കെ കിട്ടും. അതിനെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിയാക്കുക. വലിയ പീസ് എല്ലായിടത്തും മോഡൽ ഈ ഒരു ലെവലിലാക്കി വെക്കുക. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം. ആദ്യം കുറച്ച് കപ്പ, അത് പിന്നെ കുറച്ച് പൊട്ടറ്റോ ഇടുക, പിന്നെ ചിക്കൻ വേവിച്ചത് കംപ്ലീറ്റ് അതിലേക്ക് ഇടുക. എന്നിട്ടിത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി കംപ്ലീറ്റ് ആ പൊട്ടറ്റോ വേവിച്ചത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ശരിക്കും മിക്സ് ചെയ്യുക. സോയാ സോസ് ഉണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി നമ്മുടെ ബാക്കിയുള്ള ആ കപ്പ പൊരിച്ചതും അതും ഇടുക. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മാംഗോ അരച്ചിട്ടുള്ള അത് സ്വല്പമായിട്ട് ഇട്ടിട്ട് നല്ലോണം ലൂസ്, അധികം പിന്നെ ജ്യൂസാകാൻ പാടില്ല. ഈ ഒരു ടൈപ്പ് കട്ടിയിലുള്ള പറ്റുക. അധികം ലൂസായി പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കുളമായി പോകും. കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ 3 പീസ് വെളുത്തുള്ളി വേവിച്ചതും ഇതിലേക്ക് അരച്ചിടണേ. പഞ്ചാബികളെ ഭക്ഷണമാണ് ഈ ഒരു സാധനം. ഇത് പലവിധ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ മാംഗോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. 2 ഒന്നിൽ തന്നെ മതിയാവുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഞാനതിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ശരിക്കും കൊണ്ട് മിക്സ് ചെയ്യാണ്. ഒന്ന് ശരിക്കും ഒന്ന് എല്ലാതും ഒന്ന് ടൈറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അങ്ങനെ ഇനി ചെറിയ കപ്പിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്റ്റീൽ കപ്പുകളുണ്ടല്ലോ, അതിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇത് ഒറ്റന്നാണ് ആക്കുന്നത്. ഇത് ഞാൻ നല്ലോണം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനി. അപ്പോൾ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടുക. ഇത് നല്ലോണം പ്രസ് ചെയ്ത് കഴിക്കുന്ന എൻ്റെ 2 പാത്രം പൊട്ടിപ്പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു ടേബിൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ സാധനം കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹണി ഉപയോഗിക്കാം. തേന് പിന്നെ സേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേൻ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി തേൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഈ മാങ്ങൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും, കുരുമുളകിൻ്റെ ചെറിയൊരു എരിവുണ്ടാവും. ഇനി സോയാ സോസ് വെച്ചാൽ അതിന് വേറൊരു ടേസ്റ്റ് വന്നോളും. ഇതിപ്പോൾ കംപ്ലീറ്റ് ഞാൻ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് പിന്നെ പീസാക്കാൻ പോവാണ്. അങ്ങനെ ഒരു 8 പാർട്ടാക്കാൻ പോവാണ്. അപ്പം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് അത് സേവ് ചെയ്യാൻ നല്ലതാണ്. ഇത് കംപ്ലീറ്റ് അങ്ങനെ പീസാക്കുക. ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുന്നത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള പാത്രത്തിൽ തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കത് ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് കഴിക്കുന്ന അളവിൽ ഓരോരുത്തർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു അളവെടുക്കുന്നുണ്ട്, അതിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം വരും.
ഇനി ഇതിലേക്ക് ഇങ്ങനെ സ്വല്പം അങ്ങനെ ടേബിൾ സ്പൂൺ എടുത്തിട്ട് അങ്ങനെ കഴിക്കുക. ഇനി ഞാൻ കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അതിന് ഈ ഒരു സൈസിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിനി തേൻ ഒഴിക്കുകയാണ്. തേൻ ഒഴിച്ച് കഴിച്ചാൽ തന്നെ വേറെ ടേസ്റ്റാണ്. ഇത് ജസ്റ്റ് കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് തേൻ ഒഴിച്ചാൽ മതി. ഇതും ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക ഒരു പഞ്ചാബി ചിക്കൻ ഫ്രൂട്ട് ഐറ്റാണിത്. ഒരുപാട് വെറൈറ്റി ഫുഡുകളും ഒരുപാട് യാത്രകളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.